എബ്രായ ഭാഷയിൽ ഇരുമ്പിന് ബർസൽ എന്നാണ് പറയുന്നത്. അത് കൽദായ ഭാഷയിലാണെങ്കിൽ പർസൽ എന്ന് പറയും. ഗ്രീക്കിൽ സിഡിറോസ് എന്നും പറയും. ഇരുമ്പ് എന്ന പ്രയോഗത്തെ സംബന്ധിച്ചിടത്തോളം അർത്ഥശങ്കയ്ക്കിടയില്ല. അക്ഷരികമായും ആലങ്കാരികമായും ഇരുമ്പിനെക്കുറിച്ചുള്ള അനേകം പ്രസ്താവനകൾ തിരുവെഴുത്തുകളിലുണ്ട്. ഉൽപ്പത്തി 4:22 ഇരുമ്പിനെക്കുറിച്ചുള്ള ആദ്യ പരാമർശം. ഉൽക്കകളിൽ നിന്ന് വീണ ഇരുമ്പിൻ്റെ ശകലങ്ങളെക്കുറിച്ചായിരിക്കണം ഈ പ്രസ്താവന. ചരിത്രാതീത കാലത്തെ പുരാവസ്തു വിജ്ഞാനീയം ചൂണ്ടിക്കാണിക്കുന്നതിനനുസരിച്ച് ചെമ്പ്, ഓട് മുതലായവയ്ക്ക് ശേഷമാണ് ഇരുമ്പ് പ്രയോഗത്തിൽ വന്നത്. ദാവീദിന്റെ കാലത്തോടുകൂടെയാണ് പലസ്തീനിൽ ഇരുമ്പ് സർവ്വസാധാരണമായത്. ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പിൻ്റെ അയിരുകളായ ഓക്സൈഡുകളും കാർബണേറ്റുകളും ഖനികളിൽ ധാരാളമുണ്ട്. എളുപ്പത്തിൽ ശുദ്ധീകരിച്ചെടുക്കാവുന്നവയാണ് അവ. വ്യത്യസ്ത രൂപങ്ങളിലും ബലത്തിലും ഇരുമ്പ് പരുവപ്പെടുത്തിയെടുക്കാം. പൗരാണിക മനുഷ്യൻ ഉൽക്കയിൽ നിന്നുള്ള ഇരുമ്പ് രൂപപ്പെടുത്തി ഉപയോഗിച്ചിരുന്നു. BC 4000 പഴക്കമുള്ള മിസ്രയീമ്യ കല്ലറയിൽ നിന്നും ലഭിച്ച ഇരുമ്പ് കല്ലുകൾ ഇതിന് തെളിവാണ്. അതിനാലാണ് പ്രാചീന സംസ്കാരങ്ങളിൽ ഇരുമ്പിനെ സ്വർഗത്തിൽ നിന്നുള്ള ലോഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈജിപ്തിലെ മതസാഹിത്യത്തിൽ ആകാശവിതാനം നിർമ്മിതമെന്ന് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഇരുമ്പിനെ ആദ്യം ശുദ്ധീകരിച്ചെടുത്തത് ആരാണെന്നറിയില്ല. യാദൃശ്ചികമായിട്ടായിരിക്കണം അത് സംഭവിച്ചത്. ഇരുമ്പ് നിർമ്മാണം യഹൂദന്മാർക്ക് പരിചിതമായിരുന്നുവെന്ന് ഇരുമ്പ് ചൂള, ഇരുമ്പുല എന്നിവയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വ്യക്തമാക്കുന്നുണ്ട്. ആവർത്തനം 4:20, 1 രാജാക്കന്മാർ 8:51, യെരമ്യാ പ്രവചനം 11:4. എന്നാൽ ഇരുമ്പ് ചൂള, ഇരുമ്പുല എന്നിവയെക്കുറിച്ചുള്ള ഈ പരാമർശങ്ങൾ വാച്യാർത്ഥത്തിലാണോ അല്ലയോ എന്നത് വിവാദഗ്രസ്തമാണ്. ഇസ്രായേൽ ജനത്തിന്റെ ഊഴിയ വേല ഇഷ്ടിക നിർമ്മാണമെന്നേ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. കൊല്ലന്റെ ആലയിലെ വേലയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ 44:12 54:16 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെലിസ്ത്യർ ഇരുമ്പിന്റെ പ്രയോഗത്തിൽ വിദഗ്ധരായിരുന്നു. തന്മൂലം ഇസ്രായേല്യർക്ക് പലസ്തീൻ കൈവശപ്പെടുത്തുന്നതിന് നന്നേ പ്രയാസപ്പെടേണ്ടി വന്നു. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത് എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. ഇസ്രായേല്യർ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. 1 ശമൂവേൽ 13:19-20. ദാവീദിന്റെ ദിഗ്വിജയത്തോടുകൂടി ഈ സ്ഥിതിക്ക് മാറ്റം വന്നു. ഇരുമ്പ് ഇസ്രായേലിന് സമൃദ്ധിയായി ലഭിച്ചു. ഇരുമ്പ് കൊണ്ടുള്ള അനേകം ഉപകരണങ്ങളും ആയുധങ്ങളും ബൈബിളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ബാശാൻ രാജാവായ ഓഗിന്റെ മഞ്ചം ഇരുമ്പ് കൊണ്ടുള്ളതായിരുന്നു. അതിന് 15 അടി നീളവും 7 അടി വീതിയുമുണ്ടായിരുന്നു. കനാന്യർക്ക് ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു. യോശുവ 17:16-18. ഗോല്യാത്തിന്റെ കുന്തത്തിന്റെ അലക് 600 അഥവാ 20 പൗണ്ട് ഷേക്കൽ ഇരുമ്പായിരുന്നു. 1 ശമൂവേൽ 17:7. ചങ്ങലകളും കോലുകളും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചിരുന്നു. സങ്കീർത്തനം 2:9, 107:11, 149:7, യിരെമ്യാ പ്രവചനം 28:13-14. കോടാലി, ആവർത്തനം 19:5, 2 ശമൂവേൽ 12:31, 2 രാജാക്കന്മാർ 6:5-6. ഇരുമ്പായുധം, യെശയ്യാ പ്രവചനം 10:34. കല്ലുവെട്ടാനുള്ള ആയുധങ്ങൾ, ആവർത്തനം 27:5. ഈർച്ചവാൾ, 2 ശമൂവേൽ 12:31. എഴുതാനുള്ള ഉപകരണങ്ങൾ, ഇയ്യോബ് 19:24, യിരെമ്യാ പ്രവചനം 17:1 എന്നിവ നിർമ്മിക്കുന്നതിന് ഇരുമ്പ് ഉപയോഗിച്ചിരുന്നു. രൂപകാർത്ഥത്തിലും ഇരുമ്പ് പ്രയോഗിച്ചിട്ടുണ്ട്. കായബലം, സഹിഷ്ണുത, ആവർത്തനം 33:25, മീഖ 4:13, ഇയ്യോബ് 40:18, ദാനിയേൽ 7:7-19. ഹൃദയകാഠിന്യം, യെരമ്യാ പ്രവചനം 1:18, യെശയ്യാവ് 48:4 എന്നിവയുടെ പ്രതീകമാണ് ഇരുമ്പ്. വരൾച്ചയുടെയും മഴയില്ലാത്ത ആകാശത്തിൻ്റെയും ഉപമാനവും ഇരുമ്പത്രേ. ലേവ്യ പുസ്തകം 26:19.